ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കളങ്കാവൽ ഇതാ കളം നിറഞ്ഞാടുകയാണ്. 21-ാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ ഡിയസ് ഹീറോ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു. ഏകദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു കളക്ഷൻ റെക്കോർഡ് ഈ ഒരു സിനിമ തകർത്തിരിക്കുകയാണ്. ഇന്ന് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം വരെ, അതായത് 19 ദിവസം വരെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് 82,50,00,000 രൂപയോളമാണ്. 17 ദിനത്തിൽ ഇവർ പറഞ്ഞു 81,58,00,000 രൂപ കഴിഞ്ഞു എന്നുള്ളത്. പിന്നീടുള്ള 4 ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ. ഇവിടെ ഡിയസ് ഹീറോയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഈ ഒരു സിനിമ മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി ചിത്രം തന്നെയാണ്. 84 കോടി നേടിയ ആ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡാണ് ഇനി ഈ ഒരു സിനിമയ്ക്ക് തീർക്കാനുള്ളത്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ വലിയ റിലീസുകൾ വരുന്നുണ്ട്. നിവിൻ പോളി ചിത്രം, ഒപ്പം മോഹൻലാൽ ചിത്രം, ഇതെല്ലാം തന്നെ പ്രദർശനത്തിനെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കും ബബബ എന്ന ചിത്രത്തിൻ്റെയും തിയേറ്റർ കൗണ്ടുകൾ കുറയും. സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടിവ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഷോ കൗണ്ടുകൾ കുറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്നലെ വരെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നിർത്താൻ കഴിഞ്ഞു. ഇന്നലെ 503ഓളം ഷോകളിൽ നിന്ന് 15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 24 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നിരിക്കുന്നത്. ഏകദേശം 35-40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷൻ. ഇന്ന് 103 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മോർണിംഗിൽ 10 മണി വരെയുള്ളത് 2,800-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നതായി ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്നു. ഇന്ന് സ്വാഭാവികമായും നല്ല ഇടിവ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. വരുന്ന ദിവസങ്ങളിലും തിയേറ്റർ നല്ല ലെവലിൽ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഒരു സിനിമ തീർച്ചയായും 87 കോടി വരെ എത്താനുള്ള ചാൻസുകൾ ഏറെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നീട് അത്ഭുതങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അതിന് മുകളിലേക്കും പോകാനുള്ള ചാൻസുകളാണ്. എന്തായാലും ഒരു വലിയ വിജയമായിരിക്കുന്നു ഈ ഒരു സിനിമ. വെറും 10 കോടിക്ക് താഴെ വന്ന് ഏകദേശം 80 കോടിക്ക് മുകളിൽ നേടി 8 ഇരട്ടി ലാഭം കൊയ്ത ചിത്രമായി മാറുകയാണ്. ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. നല്ല ഒരു ചിത്രം കാണാനായിട്ട് ഇവിടെ ഇനിയും തരംഗം സൃഷ്ടിക്കാൻ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം എത്താൻ പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തിരാ. താങ്ക് യു ബ്രോസ്.